ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ കേസ് വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ അവസാനത്തെ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്ന് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായ ഒരു സമയത്ത് അടൂർ പ്രകാശ് ചോദിച്ചത് ഇത് സി പി എമ്മുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ വികലമാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാണ്. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ രാഹുലിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല, എം ഹസൻ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ, ഒരുപക്ഷെ വി ഡി സതീശൻ ആയിരിക്കാം ആ ഒരു ഘട്ടത്തിൽ, ഏറ്റവും അവസാനം ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും രാഹുലിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു ചേർന്നതുകൊണ്ട് മാത്രമായിരിക്കാം വി ഡി സതീശൻ അടക്കം, പിന്നെ മാത്രമല്ല ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രശ്നവും അതിലുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കാം വി ഡി സതീശൻ മാത്രം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബാക്കി എല്ലാ നേതാക്കളും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. ഇനിയും ന്യായീകരണക്കാർ വരുമോ എന്നതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. നീലിമ പറഞ്ഞ കാര്യത്തിൽ ഭാഗികമായിട്ട് സത്യമുണ്ട്. അതായത് ചില നേതാക്കള്, അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ രാഹുലിനെ പല ഘട്ടങ്ങളിലും ന്യായീകരിക്കാൻ ശ്രമിച്ചു. പരാതിയില്ലല്ലോ, ഒരു FIR ഇല്ലല്ലോ, പിന്നെ എന്താണ് ഇതിനകത്ത് തെളിവ്, എന്തിനാണ് പിന്നെ അയാളെ അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത്തരം ഒരു ആരോപണം പുറത്തു വരുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ലേ, ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നേരത്തെ അത് കൊടുത്തുകൂടെ, ഇങ്ങനെയൊക്കെയുള്ള ചില ന്യായീകരണങ്ങളും മറ്റു തരത്തിൽ രാഹുലിന് ഒരു പരിധി വരെ വെള്ള പതപ്പിക്കാൻ, ഈ പറഞ്ഞ പോലെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നീലിമയുടെ ഒരു രാഷ്ട്രീയ ലാക്ക് എന്താണെന്ന് വെച്ചാൽ, അതായത് ആ പാർട്ടി ഇത് പുറത്തു വന്ന ഉടൻ തന്നെ ആക്ഷൻ എടുത്തു. അയാളെ 3 കാര്യങ്ങൾ അയാൾക്കെതിരെ കൃത്യമായിട്ട് ചെയ്തു. അതിൽ എന്നിട്ട് അവസാനം വരെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാഹുലിനെതിരെയുള്ള നടപടിയെ ന്യായീകരിക്കുന്നത്, നടപടി വേണമെന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞു തീർന്നോട്ടെ. രഹസ്യമായി മാത്രമല്ല, ചില കാര്യങ്ങൾ പരസ്യമായി പറയുമ്പോൾ നീലിമ പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം അങ്ങനെ നിന്നു എന്നല്ല. അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ കടലിരമ്പി വന്നാലും എന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞത്. അതുപോലും അംഗീകരിക്കാൻ എന്തിനാ മടിക്കുന്നത്? നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, സത്യസന്ധമായ ധീരമായ നിലപാടെടുക്കുന്ന BJPയിലുള്ള ആളുകളാണെങ്കിലും കോൺഗ്രസിലുള്ള ആളുകളാണെങ്കിലും CPMലുള്ള ആളുകളാണെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അതിന് പകരം എൻ്റെ ചാനലിന്റെ താല്പര്യം, ഞാൻ എൻ്റെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് എല്ലാവരെയും ഒരേ നുകത്തിൽ കെട്ടുമ്പോൾ, നിലപാടെടുക്കുന്ന മനുഷ്യരെയും നിലപാടില്ലാത്ത മനുഷ്യരെയും ഒരേ നുകത്തിൽ കെട്ടി നിങ്ങൾ ഒരേപോലെ ബ്രാൻഡ് ചെയ്ത് ചാപ്പ കുത്തുമ്പോൾ നിലപാടെടുക്കാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ആർക്കാണ് അതിനുള്ള ആത്മവിശ്വാസം കിട്ടുക? നേരെ മറിച്ച് ചാനൽ വ്യത്യാസമില്ലാതെ ജനവും അതുപോലെ തന്നെ കൈരളിയും മറ്റ് ഏഷ്യാനെറ്റും എല്ലാ ചാനലുകളും കൃത്യമായ നിലപാടെടുത്ത ധാർമ്മികതയുടെ പേരിൽ, നൈതികതയുടെ പേരിൽ, അതുപോലെ തന്നെ നിലവിലുള്ള നിയമസംഹിതകളുടെ പേരിൽ തെറ്റ് ചെയ്ത് എത്ര വലിയ കൊമ്പനായാലും അവൻ ശിക്ഷിക്കപ്പെടണം, അവനെ ഒതുക്കണം, അല്ലെങ്കിൽ അവനെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് പറയുന്ന മനുഷ്യരെ പോലും നിങ്ങൾ ചാപ്പ കുത്തിയിട്ട് നിവർത്തികേട് കൊണ്ടാണ് എന്ന് പറയുന്നിടത്ത്, നിങ്ങൾ അങ്ങനെ പറയുന്ന മനുഷ്യരെയും നിങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ടാർണിഷ് ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ശ്രീ പത്മനാഭൻ പറഞ്ഞ പോയിന്റിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുക. ഇവിടെ നിയമപരമായ ഒരു തെറ്റിനേക്കാൾ, ഒരു കുറ്റം എന്നതിനേക്കാൾ ഒരു ധാർമ്മികമായ നൈതികമായ കുറ്റമുണ്ട്. കാരണം രാഹുൽ വെറും രാഹുൽ അല്ലല്ലോ. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, 2ാമത്തെ വലിയ വിഭജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹം കോൺഗ്രസിന്റെ MLA ആണ്. ഈ 2 സ്റ്റാറ്റസിൽ ഇരുന്നുകൊണ്ട്, ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ചെയ്യുമ്പോൾ ഒരു സാധാരണ ലേമാൻ, ഇതൊന്നും അല്ലാത്ത ഒരു ശരാശരി മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ, ആ പ്രായത്തിലുള്ള ഒരാള് ഇത് ചെയ്താൽ ആ ചെയ്യുന്നതിന് അപ്പുറത്തുള്ള മാനവും അപ്പുറത്തുള്ള ആ ഒരു തീവ്രതയും ഈ വിഷയത്തിൽ വരുന്നത് അതുകൊണ്ടാണ് ശ്രീ പത്മനാഭൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA, ഇപ്പൊ ഞാൻ നീലിമയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്തിന് പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കി എന്ന് നീലിമ ചോദിച്ചു. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ യഥാർത്ഥത്തിൽ ആര് തമ്മിലായിരുന്നു പോരാട്ടം? നീലിമ സത്യസന്ധമായിട്ട് സംസാരിക്കണം. ആ പോരാട്ടത്തിൽ BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു നേരിട്ടുള്ള യഥാർത്ഥത്തിലുള്ള പോരാട്ടം. 3ാം സ്ഥാനത്താണല്ലോ CPM വന്നത്. ആ പോരാട്ടത്തിൽ, ഇത്രയും വലിയൊരു പോരാട്ടത്തിൽ അതുകൊണ്ടാണല്ലോ BJP ജയിക്കാതിരിക്കാൻ വേണ്ടി
അവിടെ ഞാൻ പറഞ്ഞോട്ടെ. എസ് ഡി പി ഐയുടെ വോട്ടുകൾ മറിച്ചു നൽകുന്ന ആ സാഹചര്യം പോയിന്റ് അവിടെ ഉണ്ടായത്. ഉത്തരം അതല്ല, നീലിമയിൽ നിന്ന് ഞാൻ സത്യസന്ധമായ ഒരു സമീപനം പ്രതീക്ഷിക്കും. അല്ല, ഞാൻ സത്യസന്ധമായ നിലപാട് തന്നെയാണ് പറഞ്ഞത്. അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം. പക്ഷേ വളരെ കൃത്യമായി ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ എസ് ഡി പി ഐ വൻതോതിൽ വോട്ടുകൾ മറിച്ചു നൽകിയത് ആ സാഹചര്യത്തിലാണ്. അത് വിടാം നമുക്ക്. ഈ വിഷയത്തിലേക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്നേ നീലിമയ്ക്കും നീലിമയുടെ ചാനലിലും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിനും അറിയാമായിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആ തീവ്രമായ യുദ്ധമുഖത്ത് വെച്ച് ഇങ്ങനെ ഒരു ചാനലോ കേരളത്തിൽ ഒരു മാധ്യമമോ ഒരു മാധ്യമ പ്രവർത്തകരോ ഇത്തരത്തിൽ രാഹുലിന്റെ സ്വഭാവ വൈകല്യത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞ ആരും കേട്ടില്ല. മറിച്ച് നീലപ്പെട്ടിയൊക്കെ എടുത്ത് പൊക്കി പിടിച്ച് കുറെ കാര്യങ്ങളാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് ഇത് പൊതുമണ്ഡലത്തിൽ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇതൊരു വിഷയമാകുന്നത്. ആ വിഷയമായപ്പോ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടി എടുക്കാമെന്ന് നിലപാടെടുത്തു എന്ന് കരുതി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എല്ലാ കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ സകല നേതാക്കളും വിരപിടിയന്മാരും വെട്ടുപിടി എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഒരു ഇതിന് നിരക്കുന്നതല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടണം. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്തയുമില്ല. കോൺഗ്രസിലടക്കം വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടേ എനിക്കില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാളെ പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ആസ് എ ജേർണലിസ്റ്റ്, ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എനിക്കും ചില വിവരങ്ങളൊക്കെ ലഭിക്കുമല്ലോ. പരാതികൾ ഔദ്യോഗിക സംവിധാനത്തിന് മുന്നിൽ എത്തിയില്ലെങ്കിൽ പോലും ചില വിവരങ്ങളൊക്കെ നമുക്കും അറിയാമല്ലോ. അങ്ങും ഇതേ വിഭാഗത്തിൽ പെടുന്ന ആളല്ലേ, അങ്ങേക്കും അറിയാമല്ലോ കാര്യങ്ങൾ. എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അന്ന് ആരോപണം വരാതിരുന്നത്. ഏറ്റവും ഒരാൾക്കെതിരെ ഉയർത്താവുന്ന ഏറ്റവും ശക്തമായ ആരോപണമായിരുന്നിട്ട് പോലും ആ ഇലക്ഷൻ സമയത്ത് രാഹുലിനെതിരെ അങ്ങനെ ഒരു ആരോപണം വന്നില്ല. വരാതിരുന്ന ആരുടെ സൗജന്യമോ ഔദാര്യമോ അല്ല. അങ്ങനെ ഒരു ആരോപണം എയറിലില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ധാരാളം ആരോപണങ്ങൾ വന്നിട്ടുണ്ടാകാം, പലർക്കും പലതും അറിഞ്ഞിട്ടുണ്ടാകാം, ഇങ്ങനെ രാഹുലിനെതിരെ ഇത് വന്നിട്ടുണ്ടാകാം. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇത്രേ എന്റെ പോയിന്റ് ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി എല്ലാ പരിധികളും ലംഘിച്ച് ഒരു പെൺവേട്ടക്കാരനെ പോലെ, ഒരു ഇരപിടിയനെ പോലെ ഇങ്ങനെ തൻ്റെതായ ഒരു മോഡസ് ഓപ്പറാണ്ടിയിലൂടെ, ആ മോഡസ് ഓപ്പറാണ്ടിയുടെ ഒരു പൊതു സ്വഭാവം ഇതിലെല്ലാം സമാനമാണെന്ന് ആന്റണി സാർ പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇതിലൂടെ ബന്ധപ്പെടുന്നു, പിന്നീട് അവരെ മോഹന വാഗ്ദാനം ചെയ്ത് വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ എനിക്ക് നിന്നിൽ ഒരു കുഞ്ഞ് വേണമെന്ന് പറയുന്നു. ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അടുത്ത ഡിമാൻഡായിട്ട് മറ്റൊന്ന് പറയുന്നു, അത് എൻ്റെ അമ്മയെ കൺവിൻസ് ചെയ്യാനാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ശരിയല്ല. ഇത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയാണ്. ഇത് ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് ഒരു MLA ഒക്കെ ആയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു രീതിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല നീലിമ. അത് പാർട്ടിയൊന്നും ചിന്തിക്കണ്ട, ഒരു മനുഷ്യനായിട്ട് ചിന്തിച്ചാൽ മതി. അങ്ങനെ ചെയ്യുന്നത് അത് ഒരാളിലല്ല, ഒരാളായിട്ട് ഇൻഫാച്വേഷൻ തോന്നുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് ചെയ്തതിന് ശേഷവും അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്താണത്? ആ വാക്കാണ് ഏറ്റവും കൂടുതൽ. ഹൂ കെയേഴ്സ്. മാത്രമല്ല, ഇന്ത്യൻ നിയമം അനുസരിച്ച് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എത്ര തവണ അദ്ദേഹം ആവർത്തിച്ചു. എന്നേക്കാൾ നിയമം അറിയുന്ന ആളാണ് ആന്റണി സാർ. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെയൊക്കെയാണ് ഇത് പരിധി വിട്ടു പോകുന്നത്. ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറഞ്ഞ് ഹീസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള പരിഗണന പോലും കേരള സമൂഹം കൊടുത്തേനെ. പക്ഷെ അതല്ല, ഇദ്ദേഹം ചെയ്തതിന് നിരന്തരം ന്യായീകരിക്കുകയും ഒരു കുറ്റബോധവും ഇല്ലാതെ ഇതെന്തോ മഹാകാര്യം ചെയ്തു എന്ന മട്ടിൽ അദ്ദേഹം എന്താ പറയാ, മറ്റാരേക്കാൾ മഹാനാണ്, മിടുക്കനാണ് ഞാൻ എന്നുള്ള മട്ടിൽ പൊതുമണ്ഡലത്തിൽ ഇറങ്ങി എന്താ ചെയ്തിട്ടുണ്ടിരുന്നത്. അവിടെയാണ് ഇത് പ്രശ്നം. അപ്പൊ അതിന്റെ ഒരു ഗ്രേവ്നെസ് കൂടുകയാണ്. അദ്ദേഹത്തിന് ഒരു റിപ്പൻഡൻസ് ഇല്ല. മറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇയാളുടെ ഈ ചെയ്തികളെല്ലാം നേതൃത്വം ഒരു പരിധി വരെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു സമീപനമല്ലേ നമ്മൾ കാണുന്നത്. ശ്രീ ജോർജ് പടിപ്പാറ, ഇതിൽ വളരെ ഗൗരവതരമായ ഒരു കാര്യം കൂടിയുണ്ട്. ആദ്യത്തെ ഈ പെൺകുട്ടിയുടെ പരാതി വന്നപ്പോൾ തന്നെ, ഇപ്പോഴാണ് പോലീസിന്റെ മുന്നിൽ അത് എത്തുന്നത്, പക്ഷേ വളരെ കൃത്യമായി 4 മാസങ്ങൾക്ക് മുൻപേ പൊതുമണ്ഡലത്തിൽ ആദ്യത്തെ അതിജീവിതയുമായി ബന്ധപ്പെട്ട ആ ശബ്ദ സന്ദേശങ്ങൾ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൽ വളരെ കൃത്യമായി രാഹുലിന്റെ സന്തത സഹചാരിയായ ഫെന്നി നൈനാനെ കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും 4 മാസത്തിനപ്പുറമല്ലല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. നോക്കൂ, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടൂർ നഗരസഭയിൽ 8ാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഫെന്നി നൈനാൻ. അപ്പോൾ
ആരാണ് ഇത്തരത്തിലുള്ള ശക്തികളെ പരിപോഷിപ്പിക്കുന്നത്? അടൂർ നഗരസഭ എന്ന് പറയുന്നത് ഞാനതിനെ ഇന്നത്തെ ന്യായീകരിക്കുന്നില്ല. യു ഡി എഫ് ചെയർമാന്റെ കോട്ടയാണ്. അടൂർ പ്രകാശിന്റെ മേഖലയാണ് ഈ അടൂർ നഗരസഭ എന്ന് പറയുന്നത്. അവിടുത്തെ 8ാം വാർഡിൽ ഫെനി നൈനാനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കോൺഗ്രസ് എന്ത് സന്ദേശമാണ് നൽകുന്നത്? വളരെ മോശം സന്ദേശമാണ്. നീലിമ ചോദിക്കുന്നത് ഞാനൊരു പക്ക കോൺഗ്രസ്സുകാരനായിട്ട് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ട് വക്താവായിട്ട് വന്നിരിക്കുന്ന പോലെയാണ് നീലിമ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ഇതിനെ ഈ കോൺഗ്രസിന്റെ മുഴുവൻ ചെയ്തികളെയും ന്യായീകരിക്കേണ്ട, അതിനെയെല്ലാം എന്താ പറയാ, അല്ല, അത് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നേതൃത്വത്തെ അറിയാതെയെങ്കിലും കോൺഗ്രസ് ചെയ്തത് ഇതിനപ്പുറം കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു ധ്വനി അങ്ങയുടെ വാക്കുകളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നടപടികൾ ശരിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഫെനി നൈനാനെതിരെ പരാമർശം ഉണ്ടായിട്ട് അയാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരുമാതിരി തെമ്മാടിത്തരം തന്നെയാണ്. കൊടുക്കാൻ പാടില്ല. ആ കൊടുത്തതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാൽ അവർ അനുഭവിച്ചോട്ടെ. പൊതുജനം കരുതിയല്ലോ നീലിമ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫെനി നൈനാൻ ജനത്തിന്റെ മുമ്പിൽ അവരാണല്ലോ വോട്ട് ചെയ്യുന്നത്, അവരാണല്ലോ തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം എന്തായിരിക്കും? അവരുടെ ശിക്ഷ ഫെനി നൈനാന് കൊടുക്കാനുള്ള വകതിരിവും ബുദ്ധിയൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രബുദ്ധതയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഫെനി നൈനാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും വെള്ളം കുടിക്കും, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും വെള്ളം കുടിക്കും. രാഹുൽ തെറ്റ് ചെയ്ത് ഇത്തിരി കൂടുതലാവുമ്പോൾ അയാൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതുവരെ രാഹുലിന് അനുകൂലമായിട്ട് അതിനകത്ത് കേരളത്തിലെ പോലീസിന്റെ അന്വേഷണത്തിലും ഒക്കെ ഒരു പരിധി വരെ പങ്കുണ്ട്. കാരണം പരാതിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ പലർക്കും അവസരം കിട്ടി. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ആരോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതാണെന്നൊക്കെ ഈ പറഞ്ഞ അണികൾ പലരും ധരിച്ചു വശായിപ്പോയി. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, CPM-ന്റെ പല ഘട്ടത്തിലും കോടതി ശിക്ഷിച്ച ആളുകൾ ജയിൽവാസത്തിൽ നിന്ന് പരോളിൽ വരുമ്പോൾ അവരുടെ കല്യാണം നടത്തിക്കൊടുക്കുന്ന കാഴ്ചയും, അവർക്ക് ഇൻകിലാബ് വിളിക്കുന്ന ജയ് വിളിക്കുന്ന കാഴ്ചയും, ശിക്ഷിച്ച് ജയിലിലേക്ക് അയക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ ഹാരമണിയിച്ച് അവർ മഹാ പോരാളികളാണ്, ധീര പോരാളികളാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ജനക്കൂട്ടം ഒരു ഓളത്തിനൊപ്പം സഞ്ചരിക്കുന്നതിലുമ അവരെ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിൽ ഇത്തിരി വൈകിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെച്ചതാണോ എന്നുള്ള സംശയം പോലും ബലപ്പെടുന്നുണ്ട്.